റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ പദ്ധതിയിലെ വിവാദങ്ങളെ നിയമപരമായും രാഷ്ട്രീയമായും പ്രതിരോധിക്കാൻ മുസ്ലിം ലീഗ്. ഭൂമി വിലയിലെ ആരോപണങ്ങളെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനം. ഇരട്ടി വില നൽകിയെന്ന് ആരോപിക്കുന്നവർ പകുതി വിലയ്ക്ക് ഭൂമി നൽകട്ടെ എന്നാണ് വെല്ലുവിളി. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം. അഷ്കർ അലി കരിമ്പ, സ്ഥലത്തിന് അത്രയ്ക്കൊന്നും വിലയില്ലല്ലോ എന്നതാണ് മുസ്ലിം ലീഗിനെതിരെ ഉയർത്തിയ പ്രധാനപ്പെട്ട ആരോപണം. അങ്ങനെയാണെങ്കിൽ വില കുറച്ച് ഭൂമി തരൂ, ഞങ്ങളത് വാങ്ങാം എന്നതാണോ ലീഗിന്റെ മറുപടി? സൂര്യ, ആരോപണങ്ങളെല്ലാം തന്നെ രാഷ്ട്രീയമായും അതുപോലെ തന്നെ പ്രതിരോധിച്ചും വെല്ലുവിളിച്ചുമൊക്കെ തന്നെ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നയപരമായി തീരുമാനമെടുത്തിരിക്കുന്നത്. അതിൽ ഒന്ന് സൂര്യ പറഞ്ഞതുപോലെ തന്നെ മുസ്ലിം ലീഗിനെതിരെ ഏറ്റവും ഉയർന്ന ഒരു ആരോപണം 11 ഏക്കർ ഭൂമി 60,000 രൂപ അല്ലെങ്കിൽ 65,000 രൂപ വില വരുന്ന മാത്രം ഭൂമി 1,20,000 രൂപയോളം കൊടുത്ത് ഇരട്ടി തുക നൽകി വാങ്ങി എന്നുള്ളതായിരുന്നു ഒരു ആരോപണം. ആ ആരോപണത്തിന് ആദ്യഘട്ടത്തിൽ തന്നെ മുസ്ലിം ലീഗ് പ്രതിരോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അഥവാ അങ്ങനെ പകുതി വിലയ്ക്ക് ഭൂമി ലഭിക്കുന്നവരുണ്ടെങ്കിൽ, അങ്ങനെ നൽകാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ അത്തരം ഭൂമിയുമായി വരട്ടെ. അത്തരത്തിൽ റോഡ് സൈഡിൽ തന്നെ അത്തരം ഭൂമിയുമായി വരികയാണെങ്കിൽ ആ ഭൂമി വാങ്ങാൻ തങ്ങൾ തയ്യാറാണ് എന്നുള്ള ഒരു നിലപാട് പ്രഖ്യാപനമാണ് ഇപ്പോൾ ലീഗ് നടത്താൻ പോകുന്നത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ലീഗ് നേതാക്കൾ നടത്തുന്ന പ്രതികരണങ്ങളും അതുപോലെ തന്നെ ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് രൂപീകരിച്ച സബ് കമ്മിറ്റി നടത്തുന്ന വാർത്താ സമ്മേളനവും ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. രണ്ടാമത്തേത് നിയമക്കുരുക്കിൻ്റെ വിഷയമാണ്, തോട്ടഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിൽ രജിസ്ട്രാർ നൽകിയിരിക്കുന്ന നോട്ടീസ് അടക്കമുള്ള വിഷയങ്ങളിൽ അത് രാഷ്ട്രീയമായി നേരിടാനാണ് ലീഗിൻ്റെ തീരുമാനം. അഥവാ രജിസ്ട്രാർ അത്തരത്തിൽ നോട്ടീസ് നൽകിയതും അത്തരം നിയമക്കുരുക്കിലേക്ക് കൊണ്ടുപോയതുമെല്ലാം സർക്കാരിൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഫലമാണ്. അത് സർക്കാർ മുസ്ലിം ലീഗിൻ്റെ പദ്ധതിയെ തടസ്സപ്പെടുത്താനുള്ള സർക്കാരിൻ്റെ രാഷ്ട്രീയമായ നീക്കത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളൊരു ആരോപണമാണ് മുസ്ലിം ലീഗ് ഉന്നയിക്കാൻ പോകുന്നത്. അത്തരമൊരു നീക്കത്തിലൂടെ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, അത്തരം നിയമക്കുരുക്കിൻ്റെ പ്രശ്നങ്ങളൊന്നും തന്നെ നിലവിൽ ആ ഭൂമിക്കില്ല എന്നുള്ളത് രേഖകൾ വെച്ച് തെളിയിക്കാനുമാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ നിയമത്തിൻ്റെ വഴിക്കും രാഷ്ട്രീയമായിട്ടും അതിനെ നേരിടും. അതേസമയം തന്നെ പകുതി വിലയ്ക്ക് ഭൂമി അല്ലെങ്കിൽ ഇരട്ടി വില കൊടുത്ത് ഭൂമി വാങ്ങിയെന്ന ആരോപണത്തെ, അത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ അതിന് സമാനമായ രീതിയിൽ അല്ലെങ്കിൽ പകുതി വിലയ്ക്ക് ഭൂമിയുമായി വരട്ടെ എന്നുള്ളതാണ് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നുള്ള വെല്ലുവിളി. സുജിയ, പുനരധിവാസത്തിൽ സർക്കാർ രാഷ്ട്രീയം കളിക്കുകയാണെങ്കിൽ അതിനെ രാഷ്ട്രീയമായും ഒപ്പം ഭൂമിയുടെ നിയമക്കുരുക്കുകളെ നിയമപരമായും നേരിടുമെന്നാണ് മുസ്ലിം ലീഗ് വ്യക്തമാക്കുന്നത്. ഇക്കാര്യത്തിൽ തുടർ പ്രതികരണങ്ങൾ വരാൻ സാധ്യതയുള്ള വിഷയമാണ്. പുനരധിവാസം നടപ്പാവുക, അതാണ് പ്രധാനം. അതിലേക്കുള്ള കാലതാമസം അത് ആ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്നതാണ്. ഇപ്പോൾ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലുണ്ടായി 1 വർഷം തികയാൻ പോവുകയാണ്. കഴിഞ്ഞ ജൂലൈ നമുക്ക് മറക്കാൻ കഴിയുന്നതല്ല.